മോങ്ങം UP സ്കൂൾ തലമുറകളിലേക്ക് വെളിച്ചം വീശിയ കൊണ്ടോട്ടി ഉപജില്ലയിൽ ഏറ്റവും മികച്ച UP സ്കൂളുകളിൽ ഒന്ന്. 1924 81 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമായി തുടങ്ങിയ ഈ സ്കൂൾ ഇന്ന് 100 വർഷം പിന്നിടുമ്പോൾ 1200 വിദ്യാർത്ഥികളും 40ലധികം അധ്യാപകരുമായി ഉൾക്കൊള്ളുന്ന വലിയ ഒരു സ്ഥാപനമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. അഡ്വാൻസ്ഡ് IT സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മികച്ച പാഠ്യേതര രംഗങ്ങളിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂൾ ജൈത്രയാത്ര തുടരുകയാണ്. പ്രവേശനോത്സവം ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ ആണ് നമ്മുടെ സ്കൂൾ സംഘടിപ്പിച്ചത്. പുത്തനെടുപ്പിട്ട് അണിഞ്ഞെത്തിയ കുരുന്നുകളെ കിരീടം അണിയിച്ച് സ്കൂൾ ബാൻഡിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വരവേറ്റത്. കുരുന്നുകൾക്ക് ഇഷ്ടപ്പെട്ട വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങൾ സ്വാഗതമേകി വിദ്യാലയത്തിലെ ആദ്യ ദിനം ധന്യമാക്കാൻ പായസ വിതരണവും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കിറ്റുകളും നൽകി. കമ്മിറ്റി രൂപീകരണം സ്കൂളിന്റെ പഠന പുരോഗതി മെച്ചപ്പെടുത്താനും അധ്യാപക രക്ഷകർത്താ ബന്ധം ഊട്ടിയുറപ്പിക്കാനും PTA കമ്മിറ്റി രൂപീകരിച്ചു. 100ാം വാർഷിക പരിപാടികൾക്ക് നേതൃത്വം നൽകാനും ഒരു പ്രത്യേക ടീമിനെ രൂപപ്പെടുത്തി. സ്കൂളിന്റെ നടത്തിപ്പിന് രക്ഷിതാക്കളുടെ സഹകരണം ഒഴിച്ചുകൂടാനാവാത്തതിനാൽ ജൂൺ ആദ്യവാരത്തിൽ തന്നെ ആദ്യ CPTA നടത്തി. സ്കൂൾ ഇലക്ഷൻ ഒരു പൊതു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചുകൊണ്ട് സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പുകൾ നടത്തി. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, സൂക്ഷ്മ പരിശോധന, പ്രചരണം, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൂടെ നടത്താൻ കഴിഞ്ഞതിനാൽ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ പാർലമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. സന്ദേശം കുട്ടികളിലെ എഴുത്തിനെ പരിപോഷിപ്പിക്കുക, ദൈനംദിന പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച സന്ദേശം ദൈവാരിക പത്രം 2 ആഴ്ച ഇടവേളകളിലായി ഈ വർഷം മുഴുവനും വിവിധ ക്ലാസുകൾ പുറത്തിറക്കി. അറബിക് ക്ലബ്ബ് 2023-24 അധ്യയന വർഷത്തിൽ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ അറബി ഭാഷാ നൈപുണ്യ പരിപാടികൾ സംഘടിപ്പിച്ചു. അലിഫ് ടാലന്റ് ടെസ്റ്റ് LP UP ക്ലാസ്സിൽ നടത്തി. സ്കൂൾ തല മത്സരത്തിൽ വിജയികളായവർ സബ് ജില്ലാ തലത്തിൽ പങ്കെടുത്തു. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനത്തോട് അനുബന്ധിച്ച് അറബിക് കാലിയോഗ്രഫി, അറബിക് പോസ്റ്റർ നിർമ്മാണം, അറബിക് മാഗസിൻ എന്നിവ കുട്ടികൾ തയ്യാറാക്കി. അറബിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ LP UP വിഭാഗത്തിൽ നടത്തി. ഹിന്ദി ക്ലബ്ബ് ഈ വർഷം ഹിന്ദി ക്ലബ്ബ് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കേരള ഹിന്ദി പ്രചാര സഭയുടെ സുഗമ ഹിന്ദി പരീക്ഷയിൽ 5, 6, 7 ക്ലാസുകളിൽ നിന്നായി 144 കുട്ടികൾ വിജയിക്കുകയുണ്ടായി. ഇത്തവണ 122 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കൊണ്ടോട്ടി ഉപജില്ലാതല വിക്കാൻ സാഗർ കുഷി ഉത്സവ പരീക്ഷയിൽ 7A ക്ലാസ്സിലെ ഷിഫ്ന EK എന്ന കുട്ടി 1ാം സ്ഥാനവും 7A ക്ലാസ്സിലെ അർഫ എന്ന കുട്ടി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ അധ്യയന വർഷം സയൻസ് ക്ലബിന്റെ കീഴിൽ വ്യത്യസ്തവും സർഗാത്മകവുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഹാങ്ങിങ് പോട്ട് ചലഞ്ച് സ്കൂൾ വികസനത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ഉദ്യാനം ഇല്ലാതാവുകയും സ്ഥലപരിമിതി കാരണം ഉള്ളിലൊതിച്ച പുതിയൊരു ആശയമാണിത്. സ്കൂൾ ചുറ്റുമതിൽ മനോഹരമായ ചെടികൾ ഹാങ് ചെയ്തുകൊണ്ട് ചുറ്റുമതിൽ മനോഹരമാക്കാൻ സാധിച്ചു. എന്റെ ജന്മദിനം സ്കൂളിനോടൊപ്പം എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ജന്മദിനത്തിൽ മനോഹരമായ ചെടികൾ സ്കൂളിലേക്ക് സമർപ്പിക്കുന്ന പുതിയ പദ്ധതി വലിയ വിജയം ആയിരുന്നു. പൂന്തോട്ടത്തിൽ നിറയെ ചെടികളും മതിലിൽ തൂക്കിയിടാൻ കഴിയുന്ന തരത്തിലുള്ള ചെടികളും ലഭിച്ചു. അടുത്തതായി സ്കൂൾ പ്ലാനറ്റോറിയം ആകാശ ലോകത്തിന്റെ ദൃശ്യവിസ്മയം ഒരുക്കാൻ ഒരു ക്ലാസ് റൂം മുഴുവനായും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഒരു താൽക്കാലിക പ്ലാനറ്റോറിയം നിർമ്മിച്ചു. സ്കൂളിലെ മുഴുവൻ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നഴ്സറി വിദ്യാർത്ഥികൾ, അടുത്തുള്ള അൻവാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവർ ഈ വിസ്മയം കാണാനെത്തി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും പ്രത്യേക പരാമർശവും നേടാൻ സാധിച്ചു. ഇൻഡിപെൻഡൻസ് ഡേ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ മനോഹരമായി വർണ്ണാഭമായി നടത്തി. അസംബ്ലിയിൽ കുട്ടികളുടെ കൈകൾ എല്ലാം ത്രിവർണ പതാകയാൽ പാറിപ്പറന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അസംബ്ലിയിൽ HM റഷീദ് സാർ, മാനേജർ ഉമർ ഹാജി സാർ, PTA പ്രസിഡന്റ് അനീസ് ബാബു എന്നീ വ്യക്തികൾ സംസാരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം, സ്വാതന്ത്ര്യം ഇല്ലാതെ അനുഭവിക്കേണ്ടി വന്നവരുടെ പ്രയാസങ്ങൾ, ദുരനുഭവങ്ങളും അത് നേടിയെടുക്കാൻ കാണിച്ചവരുടെ ത്യാഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി.
സബ് ജില്ലാ, ജില്ലാ തലങ്ങളിൽ സ്കൂളിന് വേണ്ടി മത്സരിച്ചവർക്കുള്ള പ്രത്യേക അനുമോദന ചടങ്ങും സമ്മാനദാന ചടങ്ങും നടന്നു. ഗെയിംസ്. സ്കൂൾ ഗെയിംസിൽ ഇത്തവണ നമ്മുടെ കുട്ടികൾ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗോഗോ എന്ന ഇനത്തിൽ 6 പേർ ജില്ലയിലേക്കും ഹുദ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല മത്സരത്തിലും കോഴിക്കോട് ജില്ലാ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. മോങ്ങം ഫുട്ബോൾ അക്കാദമി MFA സംസ്ഥാന ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി ആരംഭിച്ച മോങ്ങം ഫുട്ബോൾ അക്കാദമി മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിലെ കായികാധ്യാപകൻ ഫായിസ് മാഷിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ഹോളിഡേ പരിശീലന ഫുട്ബോൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സൗത്ത് സോൺ ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ സ്കൂളിൽ നിന്നും റഫ്നാസ് എന്ന വിദ്യാർത്ഥി MFAയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് MFAയുടെ മറ്റൊരു പൊൻതൂവലായി. മുൻ ഇന്ത്യൻ താരവും ഇപ്പോഴത്തെ MSP അസിസ്റ്റന്റ് കമാൻഡറുമായ P. ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ MFAക്ക് പുതിയ ജേഴ്സി പ്രകാശനം നടത്തി. 10,000 ആർത്തിരമ്പുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC ISL തത്സമയ മത്സരം നേരിട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ മോങ്ങം ഫുട്ബോൾ അക്കാദമിയിൽ നിന്ന് കൊച്ചു ഫുട്ബോൾ താരങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു. വളരെ ആവേശത്തോടെയായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ ആ ISL മത്സരം വീക്ഷിച്ചത്. സ്പോർട്സ്. സ്കൂളിലും തടപ്പറമ്പ് മൈതാനിയിലുമായി സംഘടിപ്പിച്ച സ്കൂൾ കായികമേളയ്ക്ക് 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വർണ്ണപ്പകിട്ടായിരുന്നു ആരംഭം കുറിച്ചത്. മുൻ കായികാധ്യാപകനായിരുന്ന നജീബ് സാറിന്റെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം ആരംഭിച്ചു. പോയിന്റ് ടേബിളിലെ സ്ഥാനമാനങ്ങൾ മാറിമറിഞ്ഞ കായികമേളക്കൊടുവിൽ വൈറ്റ് ഹൗസ് കിരീടം ചൂടി. മൊറയൂർ പഞ്ചായത്ത് കായികമേളയിൽ 2ാം സ്ഥാനവും സബ് ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും നാം സ്വന്തമാക്കി. സ്കൂൾ കലാമേള. കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി സ്കൂളിൽ ആർട്സ് ഫെസ്റ്റിവൽ വർണ്ണപ്പകിട്ടോടെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ 3 ഗ്രൂപ്പുകളിലായി തിരിച്ചു. വീറും വാശിയുമേറിയ കലാമേളയിൽ അതിഗംഭീരമായി നൃത്തച്ചുവടുകൾക്കും ഗാനാലാപനങ്ങൾക്കും ശേഷം വൈറ്റ് ഹൗസ് കിരീടം ചൂടി. കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലയായ കൊണ്ടോട്ടി ഉപജില്ലയിലെ 100-ലധികം സ്കൂളുകളിൽ നിന്ന് പ്രഗത്ഭരായ കലാപ്രതിഭകൾ മാറ്റുരച്ച 34ാം കലോത്സവത്തിൽ UP വിഭാഗത്തിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൊണ്ടോട്ടി ഉപജില്ല ഗാന്ധി ദർശൻ കലാമേളയിലും നമ്മുടെ കലാപ്രതിഭകൾ മിന്നും പ്രകടനത്തോടെ ഓവറോൾ കിരീടം ചൂടി. അറബിക് മേളയിലും 1ാം സ്ഥാനവും സംസ്കൃതം കലാമേളയിലും 3ാം സ്ഥാനവും അങ്ങനെ എന്നെന്നും ഓർത്തുവെക്കാൻ വലിയ പൊൻതൂവലുകൾ ചേർത്തുവെച്ച കിരീടവുമായാണ് 100ാം വാർഷികത്തെ നമ്മുടെ കലാപ്രതിഭകൾ സ്വാഗതം ചെയ്യുന്നത്. സ്കൂൾ ശാസ്ത്രമേള. കൊച്ചു ശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്നതിനുള്ള സ്കൂൾ ശാസ്ത്രമേളയിലൂടെ മികച്ച ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമുകൾ സാക്ഷ്യം വഹിച്ചു. കൊണ്ടോട്ടി ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഗണിത ശാസ്ത്രമേളയിൽ സ്കൂൾ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കോളർഷിപ്പ്. മത്സര പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കി. 11 പേരാണ് ഇത്തവണ LSS കിരീടമണിഞ്ഞത്. 3 പേർക്ക് USS, 8 പേർ സംസ്കൃതം സ്കോളർഷിപ്പിന് നമ്മുടെ സ്കൂളിൽ നിന്നും അർഹരായി. ടൂർ. വിദ്യാർത്ഥികളുടെ മാനസികമായ ഉല്ലാസത്തിനു വേണ്ടി സംഘടിപ്പിച്ച പഠന വിനോദ യാത്രകൾ. കർണാടക സംസ്ഥാനത്തെ വ്യത്യസ്തമായ വിനോദസഞ്ചാര മേഖലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സാന്നിധ്യം അറിയിച്ചു. ചരിത്രമുറങ്ങുന്ന ശ്രീരംഗപട്ടണത്തിലെ ടിപ്പുവിന്റെ കോട്ടയും മൈസൂർ പാലസും, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് നിറഞ്ഞ സ്മാരക കെട്ടിടങ്ങളും, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മൃഗശാലയായ മൈസൂർ സൂ എന്നിവയും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. LP ടൂർ സാമൂതിരിയുടെ നാടായ കോഴിക്കോട്ടേക്കായിരുന്നു. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് മുതൽ കാലിക്കറ്റിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി മാസ്മരികത വിളിച്ചോതുന്ന പ്ലാനറ്റോറിയവും നമ്മുടെ കേരള സർക്കാരിന്റെ മിൽമ പ്ലാന്റും സന്ദർശിച്ച് കാപ്പാട് ബീച്ചിൽ യാത്ര അവസാനിച്ചു. 2023-24 അക്കാഡമിക വർഷത്തിലെ നാം നേടിയ നേട്ടങ്ങളിൽ നിന്ന് ചിലത് മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചത്. വരും വർഷങ്ങളിൽ നമ്മുടെ സ്കൂളിന്റെ ഒരുപാട് നേട്ടങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകട്ടെ.